അപ്പൊ ഇതാണ് നമ്മളെ തിരുവാതിരന്റെ സ്പെഷ്യല് കൂവ. കാട്ടിൽ പോയി കിളച്ച് കൊണ്ടുവന്ന് അരിഞ്ഞ് ഉണ്ടാക്കിയ കൂവ. ഇനി ഇതിങ്ങനെയൊക്കെ കട്ട് ചെയ്യാം. കുറച്ചു നേരം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇത് തണുത്തു. അപ്പൊ ഇതിങ്ങനെ ഉണ്ടോ, നമുക്ക് ഹലുവ മുറിക്കും പോലെ മുറിച്ചെടുക്കാം കേട്ടോ. ശർക്കരയും നാളികേരക്കൊത്തും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ വരകി എടുത്തതാണ്. അപ്പൊ നമ്മള് രാത്രിയാണ് ഇപ്പൊ ഇത് കഴിക്കുന്നത്. ഇന്നലെ തിരുവാതിര ഇപ്പൊ നമുക്ക് തിരുവാതിരക്ക് ഇത് ഉണ്ടാക്കാനും തിന്നാനും പറ്റിയില്ല. ഇന്നാണ് ഇതൊക്കെ സെറ്റായി കിട്ടിയത്. ആദ്യം ഒന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടില്ലേ, സ്പൂണും കൂടി വേണ്ട തീറ്റ തുടങ്ങിയിട്ടാ. രാത്രി തന്നെ ഇല ഒന്നും എടുക്കാൻ പറ്റിയില്ല. മറ്റത് ഇലയിൽ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട്, അയ്യോ പാറിന് പറ്റൂല, ഇലയിൽ ഇങ്ങോട്ട് വിളമ്പും ഞങ്ങള്. എന്നിട്ട് എല്ലാരും കൂടി അവിടെ ഇരുന്നിട്ട് കോരി തിന്നും. നല്ല രസാട്ടോ. അത് തീർന്നു പോണത് അറിയില്ല. അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. കാരണം തിരുവാതിരയ്ക്കും ഒക്കെ ഇതൊരു സ്പെഷ്യൽ സാധനമാണല്ലോ അല്ലെ. ഇത് കൂവ, പഴം, ഉൾക്ക്, പപ്പടം, അതൊക്കെയാണ്, ഇളനീര് എല്ലാം വേണം.